أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ പേരിൽ പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ നാളുകൾക്ക് ശേഷം ഈദുൽ ഫിത്ർ ആചരിക്കുവാനും ആഘോഷിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി. ഇന്ന് ഈദുൽ ഫിത്റാണ്. നോമ്പ് മുറിച്ചുകൊണ്ടുള്ള, ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള അനുവദനീയമായ ആഹ്ലാദത്തെയാണ് ഈദുൽ ഫിത്ർ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. 30 ദിവസക്കാലം 29 ദിവസക്കാലം പട്ടിണി കൊണ്ടും പാതിരാവുകളിലെ ഉറക്കമൊഴിയൽ കൊണ്ടും പണിയെടുത്ത് അധ്വാനിച്ച് അള്ളാഹുവിൽ നിന്നും നേടിയെടുത്ത ചില അനുഗ്രഹങ്ങളുടെ പേരിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുന്ന ദിവസത്തെയാണ് നമ്മൾ ഈദ് എന്ന് വിളിക്കുന്നത്. ഇത് ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ, സാധാരണ നമ്മൾ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നോമ്പിന് ശേഷമുള്ള പെരുന്നാളിനെ ചെറിയ പെരുന്നാളെന്നും ഹജ്ജിൻ്റെ സമയത്ത് വരുന്ന പെരുന്നാളിനെ വലിയ പെരുന്നാൾ എന്നും വിളിക്കാറുണ്ട്. എന്നാൽ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് ചെറിയ പെരുന്നാളാണ്, ഇനി ഒരു വലിയ പെരുന്നാൾ വരാനുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ വരാൻ പോകുന്ന വലിയ പെരുന്നാളിനെ കുറിച്ചിട്ട് മറക്കാതിരിക്കണം. ആ പെരുന്നാൾ ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി ഇന്നു മുതൽക്കേ നമ്മൾ അധ്വാനിക്കണം. ഏതാണ് ആ പെരുന്നാൾ എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. അഥവാ ഈ ഭൗതിക ജീവിതത്തോട് വിട പറഞ്ഞ് കാലാകാലത്തെ പരലോകം പ്രാപിക്കുന്ന, നമ്മളുടെ ഒക്കെ മരണം സംഭവിക്കുന്ന ആ സുദിനത്തെയാണ്, സുന്ദര ദിവസത്തെയാണ് നമുക്ക് വലിയ പെരുന്നാൾ എന്ന് വിളിക്കാൻ കഴിയുക. അതൊരു പെരുന്നാളായി മാറണം, അതൊരു പെരുന്നാളായി മാറണം. അങ്ങനെ മാറണമെങ്കിൽ കൊച്ചു പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മൾ ഇതിനു മുമ്പുള്ള 29 ദിവസക്കാലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്ത ഈമാനിയായ, ദീനിയായ, ആത്മീയമായ, സാംസ്കാരികമായ, ധാർമ്മികമായ ആ ഓജസ്സും തേജസ്സും മരിക്കുന്നത് വരെ നിലനിർത്താൻ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്നത്തെ പുതിയ വസ്ത്രവും അതിൻ്റെ മേലെ പൂശിയ അത്രവും അതിനു മുമ്പ് നമ്മൾ നടത്തിയ കുളിയും ചെറിയ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള സുന്നത്ത് കർമ്മത്തിൻ്റെ ഭാഗമായി നിർവഹിച്ചതാണ്. പള്ളിയിലേക്കുള്ള നടന്നു വരലും പള്ളിയിൽ നമ്മൾ 7ഉം 5ഉം തക്ബീറുകൾ പറഞ്ഞ് കൈയടിച്ച് കെട്ടിയതുമൊക്കെ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ആചരിക്കുന്നതാണ്. നാളെ ഞാൻ സൂചിപ്പിച്ച വലിയ പെരുന്നാൾ ദിവസത്തിലും നമ്മളൊക്കെ കുളിപ്പിക്കപ്പെടും, നമുക്കൊക്കെ പുതിയ വസ്ത്രം അണിയിക്കപ്പെടും, നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും മണവസ്തുക്കൾ പൂശപ്പെടും. നമ്മളിതുപോലെ പള്ളിയിലേക്ക് വരും.
പക്ഷെ അന്ന് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് സ്വന്തം കാലിലായിരിക്കുകയില്ല, മറ്റു പലരുടെയും തോളിലേറി നമ്മൾ പള്ളിയിലേക്ക് വരും. അന്ന് നമുക്ക് മുമ്പിൽ പരലോകം തുറന്നെടുക്കപ്പെടും. ആഖിറ നമ്മൾ കണ്ണുകൊണ്ട് കാണും. നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ കർമ്മങ്ങളുടെ ഫലം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് അതൊക്കെ കാണും. ഇന്ന് കൈയഴിച്ച് വീണ്ടും വീണ്ടും തക്ബീർ പറഞ്ഞ് കെട്ടിയതുപോലെ നമ്മളെ മുമ്പിൽ കടത്തിയിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു അന്ത്യോപചാരം അർപ്പിക്കുന്നത് പോലെ കൈയഴിച്ചു കെട്ടും. ശ്രദ്ധിച്ചിട്ടില്ലേ? മയ്യത്ത് നമസ്കാരം എന്നാണ് ആ നമസ്കാരത്തെ നമ്മൾ വിളിക്കുക. അതോടുകൂടി നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് തിരശ്ശീല വീഴുകയും കാലാകാലത്തേക്കുള്ള പരലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ അണിഞ്ഞ വസ്ത്രത്തോടുകൂടി യാത്രയാക്കപ്പെടുന്ന ഖബർ ജീവിതം സ്വർഗീയമായാൽ, പരലോകത്തേക്കുള്ള നമ്മുടെ യാത്ര സന്തോഷപൂർണമായാൽ, അതാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ പെരുന്നാൾ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഭൂമിയോട് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയ ഈ നല്ല കർമ്മങ്ങളൊക്കെ നിലനിർത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ പുണ്യമായ നാളുകളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നു. ചില കാര്യങ്ങൾ നമ്മൾ പറ്റെ കുറച്ചു. നമ്മൾ ഭക്ഷണം നന്നായി കുറച്ചു, ഉറക്കം നന്നായി കുറച്ചു, സംസാരവും ഒരുപാട് കുറവായിരുന്നു. ഭക്ഷണം കുറവായിരുന്നു, ഉറക്കം കുറവായിരുന്നു, സംസാരം കുറവായിരുന്നു. പക്ഷെ നമുക്ക് ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസക്കാലം മറ്റു മാസങ്ങളെ അപേക്ഷിച്ചിട്ട് മനസ്സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, റാഹത്തുണ്ടായിരുന്നു. നമുക്കിടയിൽ അല്ലലുകളും അലോസരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. തമ്മിൽ തല്ലുകളും വഴക്കും വക്കാണവും ഒക്കെ വളരെ കുറവായിരുന്നു. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതി, ചില കാര്യങ്ങൾ കുറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഭക്ഷണം കുറയുമ്പോൾ, ഉറക്കം കുറയുമ്പോൾ, വർത്തമാനം കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു, ആശ്വാസമുണ്ടാകുന്നു. ഇനി റമദാനിന് ശേഷം നമ്മൾ പുതിയൊരു വർഷത്തിൽ, പുതിയൊരു ജീവിതത്തിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. അവിടെ പൊതുവെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭക്ഷണം കൂടിയാൽ സന്തോഷം ഉണ്ടാവുന്ന, ഭക്ഷണം കൂടിയാൽ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനം മുഴുവനും അന്നം തേടിയാക്കി തീർക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലും അധ്വാനത്തിലുമായി നമ്മുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മളൊക്കെ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ തിന്നാൻ വേണ്ടിയാണ് എന്നാണ്. തിന്നാൻ വേണ്ടി നയിക്കാൻ വേണ്ടി തിന്നുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷണം നന്നാക്കാൻ, അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അമിതമായ നിലയിൽ, അശ്രദ്ധമായ നിലയിൽ ഉറങ്ങി നമ്മുടെ ആയുസ് പാഴാക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വർത്തമാനങ്ങളിലും വഴക്ക് വക്കാണങ്ങളിലും ഒക്കെയായി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വൈരതയും സ്വസ്ഥതയും നമ്മൾ നഷ്ടപ്പെടുത്തും. 29 ദിവസക്കാലത്തെ പരിശീലനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുത നമ്മൾ മറക്കരുത്. ആഹാരം കുറയുന്നതിൻ്റെ പേരിലാണ് ആശ്വാസം ഉണ്ടാവുക, ഉറക്കം കുറയുന്നതിൻ്റെ പേരിലാണ് മനസ്സമാധാനം ഉണ്ടാവുക, വർത്തമാനവും വഴക്കും വക്കാണവും കുറയുമ്പോഴാണ് ജീവിതത്തിൽ സ്നേഹവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് റമദാനിൽ നിന്നും നേടിയെടുത്ത ഈ ഒരു ഊർജം നമുക്ക് പിൻബലമാകണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ റമദാനിൽ കുറേ അമലുകൾ ചെയ്തു, ഇബാദത്തുകൾ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു. ഈ ഇബാദത്തുകളൊക്കെ ഒരു പക്ഷേ റക്അത്തുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വരും, എന്നാലും നമസ്കാരത്തിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ നോമ്പെടുത്തപ്പോൾ നമ്മൾ ശീലിച്ച ചില കാര്യങ്ങളുണ്ട്. നോമ്പെടുത്തപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ മുട്ടി നിൽക്കുന്ന ചില വിഷയങ്ങൾ പറയാതെ നമ്മൾ പിടിച്ചു വെച്ചു. കുടിക്കാനും കഴിക്കാനും അങ്ങേയറ്റം ആഗ്രഹത്തോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി മനസ്സ് നിർബന്ധിച്ചപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, റമദാനിന് ശേഷവും ഇതുപോലെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം, ദിക്ർ ദുആകളിൽ ശ്രദ്ധിക്കണം, ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം, ഖുർആൻ പഠനത്തിലും പാരായണത്തിലും ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അഥവാ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എപ്രകാരം നോമ്പ് കാലത്ത് നമ്മൾ പാടില്ലാത്തതിൽ നിന്നും വിട്ടുനിന്നോ അതുപോലെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും
പരിപൂർണമായി ഇനിയുള്ള നാളുകളിൽ വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയരുത്. അതിങ്ങനെ ആലങ്കാരികമായ നിലയിൽ പ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു ഉപദേശമായി നമ്മൾ കേട്ട് തള്ളരുത്. നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്കോ ഈ ഉമ്മത്തിനോ ഉപകാരമുണ്ടാകുന്ന വർത്തമാനമല്ലാത്തതൊന്നും നമ്മുടെ വായിൽ നിന്നും വരരുത്. നമ്മളുടെ കണ്ണുകളെ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും കാണരുത്. നമ്മുടെ കാതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ കേൾക്കരുത്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട 2 സംഗതിയാണ്. ഒന്ന്, ഇബാദത്തുകളിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിഷ്ഠ പുലർത്തുക, ശ്രദ്ധ പുലർത്തുക, നിർബന്ധ ബുദ്ധി ഉണ്ടാവുക, ഫറളായ അമലുകൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക, സുന്നത്തുകളൊപ്പം പരമാവധി കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, പാടില്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ നിന്നും വലിയ പാഠം പഠിച്ചിട്ട് പുതിയ ജീവിതത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ, ഫറളുകൾ നിർവഹിക്കുന്നതിൽ നിഷ്ഠ പുലർത്തുകയും നിരോധനങ്ങളിൽ നിന്നും അഥവാ ഹറാമുകളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളാകാൻ കഴിയുമെന്നതിൽ സംശയമൊന്നും വേണ്ട. അള്ളാഹു പറയുന്നു, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഒരു പരിഭ്രമവും ഉണ്ടാവുകയില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല, ഒരു വ്യസനവും ഉണ്ടാവുകയില്ല. ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചിട്ട് അതിൻ്റെ ചരിത്ര പുസ്തകം വായിക്കാൻ ശ്രമിച്ചാൽ, വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊക്കെ വെപ്രാളമാണ്, ആശങ്കയാണ്, ബേജാറാണ്. നമ്മുടെ ജീവിതം മുഴുവനും ബേജാറ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അല്ലാത്തതൊന്നും നമുക്കില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. മുസ്ലിമീങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. മുസ്ലിമീങ്ങൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ബേജാറ് വേണ്ട, വെപ്രാളം വേണ്ട, ഭയപ്പാട് വേണ്ട. എപ്പോഴാണ് അത് സാധ്യമാകുന്നത്? നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുമ്പോഴാണ്. ഔലിയാക്കളാവുക. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം വരും, ഒരു ചിത്രം വരും. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? പ്രിയപ്പെട്ടവരെ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെയാണ്. അഥവാ അതിനുശേഷമുള്ള വചനത്തിൽ അള്ളാഹു ആരാണ് ഔലിയ എന്ന് പഠിപ്പിച്ചു തന്ന പാഠം കൃത്യമായ നിലയിൽ ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ നമ്മളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അള്ളാഹുൽ വിശ്വസിക്കണം. ഈ പറയുന്നതൊക്കെ വെറും പറയാനുള്ളതല്ല, കേൾക്കാനുള്ളതല്ല, വിശ്വസിക്കാനുള്ളതാണെന്ന് ഉള്ളുകൊണ്ട് ബോധ്യപ്പെടുകയും അള്ളാഹുൽ വിശ്വസിക്കുകയും വേണം. വിശ്വസിക്കണം. അതാണ് ആദ്യത്തെ നിബന്ധനയായി അള്ളാഹു പറയുന്നത്. അള്ളാഹു നമുക്കൊക്കെ ആ വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, വകാനു യത്തഖൂൻ. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തണം. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തണം, തഖ്വ പുലർത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഭയന്ന് ജീവിക്കണം. ആരെ ഭയക്കണം? അള്ളാഹുവിനെ ഭയക്കണം. അള്ളാഹുവിനെ ഭയക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു അല്ലാത്ത വസ്തുക്കളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ശക്തികളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, നമ്മളെ രക്ഷപ്പെടുത്തും. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ശൈ. അഥവാ അള്ളാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ടാൽ ബാക്കി വസ്തുക്കളെല്ലാം അവനെ ഭയപ്പെടും. നേരെ തിരിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയോ മറന്നു പോവുകയോ ചെയ്താൽ മുഴുവൻ വസ്തുക്കളും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇന്നതാ സംഭവിക്കുന്നത്. മുഴുവൻ വസ്തുക്കളും, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, അത്യാവശ്യത്തിന് ഒരു ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ സ്കാൻ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ വെപ്രാളം കൂടും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടും, പട്ടാളത്തെ കാണുമ്പോൾ ഭയപ്പെടും, രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഭയപ്പെടും. 4 ചുറ്റും നിന്ന് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഓരോ വിഭാഗത്തെയും നേരെയാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നതിൽ അർത്ഥമൊന്നുമില്ല. മറിച്ച് നമ്മൾ നേരെയാകാൻ ശ്രമിച്ചാൽ മതി. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. നമ്മൾ മുഅ്മിനീങ്ങളാകാൻ ശ്രമിച്ചാൽ, യഥാർത്ഥ വിശ്വാസികളാകാൻ ശ്രമിച്ചാൽ, തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ പറയുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മോചനം തരും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിൽ ആരെങ്കിലും പരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹ് ചോദിക്കുക, അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹ് പോരെ, അള്ളാഹ് മതിയില്ലേ? അള്ളാഹു ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാഠം നമ്മൾ പഠിക്കുകയും ഫറലായ നിർബന്ധമായ ഇബാദത്തുകളിൽ
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വിഷയത്തിൽ കൃത്യമായി നമ്മൾ സൂക്ഷിച്ച് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഹറാമുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈലുകളിൽ വിരൽത്തുമ്പുകളെ കൊണ്ടൊന്നൊന്ന് തൊട്ടാൽ അതിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കുറേ ഹറാമുകളുണ്ട്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത മെസ്സേജുകളുണ്ട്, ചാറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ അള്ളാഹു ഹറാമാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. രഹസ്യമായ നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങളുടെ പേരിലാണ് പടച്ചവൻ സാമൂഹിക തലത്തിൽ നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആരും അറിയാതെ രാവുകളിൽ ഇരുളുകളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്ന ചില രഹസ്യ പാപങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സമുദായത്തെ അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊരു ജീവിതക്രമമാണ് നമ്മളെ പഠിപ്പിച്ചത്. സമൂഹത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമൂഹത്തിൽ ഭീരുത്വം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഭീരുത്വം വളരെ നമുക്കൊക്കെ ഉള്ളതാണ് ഭീരുത്വം. എല്ലാ ദുആകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയ 2-3 സംഗതികളുണ്ട്. അതിലൊന്ന് ഭീരുത്വമാണ്. പടച്ചവനെ, ഭീരുത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. മറ്റൊന്ന് പിശുക്കാണ്, പിശുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഇങ്ങനെയൊക്കെയുള്ള ദുർഗുണങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എപ്പോഴാണ് ഭീരുത്വം വർദ്ധിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, സമൂഹത്തിൽ ലജ്ജ നഷ്ടപ്പെടുമ്പോൾ ഈ സമുദായത്തിന് ഭീരുത്വം പിടിപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം, ഏറ്റവും വലിയൊരു അപകടം ലജ്ജയില്ലായ്മയാണ്. ആൺകുട്ടികൾക്ക് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒളിയും മറയുമില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത, ലജ്ജയില്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് ചെന്നെത്തി. എൻ്റെ സമുദായം താമസിയാതെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിരൽ ചൂണ്ടി താക്കീത് നൽകിയിട്ട് പോയതാണ്. സമുദായത്തിൽ ഭീരുത്വം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? സമുദായത്തിൽ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിക്കുന്നത് എപ്പോഴാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമുദായത്തിൽ അപകടങ്ങൾ വർദ്ധിക്കും, അപകട മരണങ്ങൾ വർദ്ധിക്കും. എപ്പോഴാണ്? വ്യഭിചാരം പൊതുവാകുമ്പോൾ. നമ്മൾ അറിയേണ്ടതാണിതൊക്കെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൊബൈൽ കൊണ്ടും ഒക്കെ നിത്യമായി, എന്തിനേറെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പോലും നമ്മൾ അത്തരം ആവശ്യമില്ലാത്ത ചാറ്റിങ്ങിലായി ഹറാമ് സമ്പാദിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവരുടെ രഹസ്യ ജീവിതത്തിൽ ഇത്തരം സിനയിലേക്ക് അറിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് എന്താണ്? നമ്മൾ പെട്ടെന്ന് പറയും കോവിഡിന്റെ വാക്സിൻ എടുത്തതിന് ശേഷമാണ് അധികം ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നാണ്. ഒരു കാരണം നിങ്ങൾക്ക് അങ്ങനെ പറയാമെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമുദായത്തിൽ സിന വർദ്ധിക്കുമ്പോൾ, വ്യഭിചാരം വർദ്ധിക്കുമ്പോൾ, ആണും പെണ്ണും തമ്മിലുള്ള ഇടകലൽ വർദ്ധിക്കുമ്പോൾ, അതിലൊരു നാണവും ഭയപ്പാടുമില്ലാതെയാകുമ്പോൾ, ഒരു ഒളിയും മറയുമില്ലാതെയാകുമ്പോൾ എൻ്റെ സമുദായത്തിന് അപകടങ്ങൾ വർദ്ധിക്കും, അപകട മരണങ്ങൾ വർദ്ധിക്കും, പെട്ടെന്നുള്ള മരണങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യത്തിലും മുസ്ലിം സമുദായം റമളാനിലൂടെ 10-29 ദിവസക്കാലം ഇരുന്ന് ആലോചിച്ച് പഠിച്ച് തിരുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ആശ്വാസം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാകും. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിക്കുന്ന വേളയിൽ നമുക്ക് ആഘോഷപൂർണമായ ഒരു മരണം ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാക്കളെ, ജസീറത്തുൽ അറബിൽ ഇനി പിശാചിന്റെ ഒരു കളികളും നടക്കൂല. ഹദീസ് എൻ്റെ വാക്കിൽ ഞാൻ അർത്ഥം വെക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറയാണ്, സഹാബത്തെ, ഈ ജസീറത്തുൽ അറബിൽ, അറേബ്യൻ നാട്ടിൽ, ഭൂപ്രദേശത്ത് ഇനി പിശാചിന്റെ ഒരു കുതന്ത്രങ്ങളും നടക്കൂല. അള്ളാഹു എനിക്കും എൻ്റെ സമുദായത്തിനും തൗഹീദ് തന്നു, ഈമാൻ തന്നു, അടിയുറച്ച വിശ്വാസം തന്നു. ഇനി നമ്മളുടെ വിശ്വാസത്തെ തകർത്തെറിയാനായി ബിംബാരാധനയിലേക്ക് കൊണ്ടുപോകാൻ പിശാചിനെ കൊണ്ട് സാധിക്കൂല. അള്ളാഹു റസൂൽ ഒരിക്കൽ പറയാം, സഹാബാക്കളോട് പറയാം, ബിംബാരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് ഒരിക്കലും സാധിക്കുകയില്ല. അവൻ നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പിശാച് അങ്ങനെ പെട്ടെന്ന് തോറ്റു പിന്മാറുന്നവനല്ല. ഇന്നലെ ഞാനൊരു സഹോദരനോട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു തീർത്തോ, ഇന്ന് രാത്രിയാവുമ്പോൾ പിശാചുക്കളൊക്കെ തുറന്നു വിടും, നാളെ മുതൽ നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഇന്നലെ ചെയ്യുന്നത് പോലെയല്ല
ഇന്ന് നന്മ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇന്ന് നമ്മളൊരു ധീരമായ യുദ്ധത്തോടു കൂടി മാത്രമേ, നമ്മൾ കാണാത്ത ഒരു സൈന്യത്തോട് അങ്ങേയറ്റത്തെ പടപ്പുറപ്പാടോടുകൂടി മാത്രമേ നമുക്കിനി നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് വളരെ ശരിയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാച് നിങ്ങളെ വഴിപഴപ്പിക്കുന്നതിൽ നിന്നും നിരാശ പൂണ്ടിട്ടുണ്ടെങ്കിലും അവൻ അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ല. നിങ്ങളെ കൊണ്ട് വിഗ്രഹാരാധന ചെയ്യിപ്പിക്കാൻ സാധിക്കൂല, നിങ്ങളെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കൂല. പക്ഷേ അവൻ മറ്റൊരു മാർഗം സ്വീകരിക്കും. ആ മാർഗത്തെക്കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കണം. എന്താ മാർഗം? നിങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കും, നിങ്ങൾക്കിടയിൽ ഈഗോ വളർത്തും, നിങ്ങൾക്കിടയിൽ തമ്മിൽ തല്ലുണ്ടാക്കും, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാക്കും. എൻ്റെ സമുദായം വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് ഷിർക്കിൽ അകപ്പെട്ട് നശിച്ചു പോകുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് എൻ്റെ സമുദായം ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ തല്ലി തകർന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാളിൻ്റെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച ആത്മീയമായ പരിവർത്തനത്തെക്കുറിച്ചിട്ട് അവബോധമുണ്ടാക്കുന്നതിനോടൊപ്പം ദീനിയായ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കണമേ എന്ന് വസിയത്ത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിനോടൊപ്പം രണ്ടാമതായി നമുക്ക് പറയാനുള്ളത്, നമുക്കിടയിൽ പരസ്പരം ഒരുമയും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിങ്ങനെ പെരുന്നാൾ സന്ദേശത്തിന്റെ പ്രസംഗത്തിന്റെ വാക്കുകളായി പറഞ്ഞു തീർക്കാനുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിതമാശകൾക്കിടയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് രണ്ടുപേരുടെയും മനസ്സിന് വ്രണമുണ്ടാക്കുകയോ അത് ഒരു വിടവ് ആക്കി തീർക്കുകയോ തമ്മിൽ അകലാൻ ഇടവരുത്തുകയോ ചെയ്താൽ അത് പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാപ്പയും മകനും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങളും തമ്മിൽ ചിലപ്പോൾ ചില വാക്കുകളുടെ പേരിൽ തർക്കിക്കുകയും അകലുകയും ഇനി ഒരിക്കലും അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഭിന്നിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഖുർആനിൽ സൂറത്ത് ബനി ഇസ്രായേലിൽ അല്ലാഹു പറഞ്ഞു, ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പിന്നെയോ നിങ്ങളെ വഴിപഴപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വാക്കുകളിലൂടെ കടന്നു വന്നിട്ട് പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ പിശാച് ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ ചില വാക്കുകൾ, ആ വാക്കുകളുടെ പേരിൽ അകൽച്ച ഉണ്ടാകും, തമ്മിൽ തല്ലുണ്ടാകും, കുടുംബകലഹം ഉണ്ടാകും, കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ വാക്കുകളൊന്നും വേണമെന്നില്ല, ചില ധാരണകൾ ഉണ്ടായി. ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ വലാ തജസ്സസു. എന്നാലും അവൻ അങ്ങനെ എന്നെ നോക്കാണ്ട് പോയില്ലേ, എപ്പോഴാവൻ വലിയ ആളായത്, എന്നാ അവൻ അങ്ങനെ ആയെന്ന് എനിക്കറിയാലോ, എന്നാ അവൻ വലിയ കാറ് വാങ്ങിയത്, എന്നാ അവൻ വലിയ മാളിക ഉണ്ടാക്കിയത്, ഇപ്പോൾ അവൻ എന്നെ നോക്കാൻ പോലും കഴിയുന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ആ പാവം വേറെ ഏതോ ദുഃഖത്തിലോ വിഷമത്തിലോ നിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ നടന്നതായിരിക്കും. അവനെ കുറിച്ചിട്ട് ധാരണപ്പിശവുകൾ മനസ്സിൽ വെക്കുക, വന്നുകൾ മനസ്സിൽ വെക്കുക. ഖുർആൻ പറയുകയാണ്, നമ്മൾ ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ റമദാൻ മാസത്തിൽ പഠിച്ചത്. ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ. കുടുംബങ്ങളുടെ ഇടയിൽ, കുടുംബത്തിന്റെ ഉള്ളിൽ, സഹോദരങ്ങൾക്കിടയിൽ, ഏട്ടനനിമാരുടെ ഇടയിൽ, ആങ്ങളപ്പങ്ങന്മാരുടെ ഇടയിൽ പരസ്പരമുള്ള ധാരണകളുടെ പേരിൽ അകൽച്ച ഉണ്ടാകരുത്, ഭിന്നതയുണ്ടാകരുത്, തമ്മിൽ തല്ലുണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് വല്ലാത്ത ദുരന്തമായി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരസ്പരം ഒരു തുറന്ന മനസ്സോടുകൂടി ഇടപെടാൻ കഴിയാത്ത ദുരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന സഹോദരങ്ങളായിരുന്നു. ഒരിക്കലും ഒരു സഹോദരൻ വന്നിട്ട് കത്തിയെടുത്ത് പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ മുമ്പിൽ, ഞാൻ ഇന്ന് അവനെ കൊന്നു കൊല വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അവനെ കൊന്നു കൊല വിളിക്കും. ഉമ്മ പറഞ്ഞു, പോട്ടറാ, എന്തിനാ വെറുതെ ഒരാളെ കൊല്ലാൻ പോകുന്നത്, അപകടത്തിൽ പെടണ്ട, വേണ്ട. ഉമ്മ നിർബന്ധിച്ചു, ഇനി ഉമ്മയല്ല, ആര് പറഞ്ഞാലും, പടച്ചോൻ വന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല, ഞാൻ അവനെ കൊന്നിട്ടേ ബാക്കിയുള്ളൂ. എന്താ കാര്യം? ഒന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട അനുജനെ അവൻ പരസ്യമായി ചീത്ത വിളിച്ചു. എൻ്റെ അനുജൻ, എൻ്റെ ചോര, എൻ്റെ അനുജനെ പരസ്യമായി ചീത്ത വിളിച്ചവനെ ഭൂമിയിൽ ഞാൻ വെച്ചേക്കൂല, ഞാൻ അവനെ കുത്തിക്കൊന്നുകളയും. ഇങ്ങനെ കുത്തിക്കൊല്ലാനുള്ള വാശിയോടുകൂടി അനുജനോടുള്ള സ്നേഹത്തോടെ പുറത്തേക്കിറങ്ങിയവൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ കല്യാണം കഴിച്ചു, സ്വന്തമായി കച്ചവടം തുടങ്ങി. അനുജനെ കച്ചവടത്തിൽ നിന്ന് ദൂരത്താക്കി, സ്വന്തം കച്ചവടമായി, വലിയ പണമൊക്കെ ഉണ്ടായി. അനുജൻ വേറെ കച്ചവടം തുടങ്ങി, അനുജൻ കുറച്ച് അഭിവൃദ്ധിപ്പെട്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി അകന്നു. പണം ഉണ്ടായപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു കാരണമാണ്, എൻ്റെ സമുദായത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ഉമ്മത്ത് പട്ടിണി കടന്നാൽ എനിക്ക് വിഷമമൊന്നുമില്ല. മാ അഖ്ഷ അലൈക്കുമുൽ ഫഖർ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ പട്ടിണി കടക്കുമ്പോൾ എനിക്ക് ബേജാറൊന്നുമില്ല, പട്ടിണി കടന്നാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ ദുനിയാവ് വളരുകയും വലുതാവുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ആ അഭിവൃദ്ധിയുടെ പേരിൽ അസൂയ മൂത്ത്
സ്വന്തം അനുജന്മാരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ അകന്ന്, പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഭാര്യമാരും തമ്മിൽ യോജിക്കാത്ത ദുരവസ്ഥയുണ്ടായി. പണ്ട് എൻ്റെ അനുജനെ പരസ്യമായി ചീത്ത പറഞ്ഞവനെ ഈ കത്തി കൊണ്ട് ഞാൻ കുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഇതേ ജ്യേഷ്ഠൻ ഇന്ന് അതേ കത്തി എടുത്തിട്ട് അനുജനെ കുത്താൻ കാത്തുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാതയിൽ നിന്നും തിരുത്താനാണ് നമുക്ക് റമദാൻ തന്നത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മുസ്ലിം സമുദായമേ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി ആകണം. അങ്ങനെ ആയാൽ ഒരുപക്ഷെ അവരിൽ നിന്നും ഇങ്ങോട്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രവർത്തനത്തിലെ മോശത്തരങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് ബേജാറൊന്നുമില്ല. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു. ഈ നിലയിൽ പരസ്പര സ്നേഹവും സഹകരണവും വെച്ച് പുലർത്താൻ, എന്തെങ്കിലുമൊക്കെ ചെറിയ വീഴ്ചകൾ നമ്മളോടൊപ്പം ഉള്ളവരിൽ നിന്നും ഉണ്ടായാൽ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ, അതൊക്കെ പുറത്തു കൊടുക്കാൻ, പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിർബന്ധമായും നിർവഹിക്കേണ്ട ഫറലായ അമലുകൾ, സുന്നത്തുകളോടൊപ്പം നിലനിർത്താൻ ശ്രമിക്കണം. ഹറാമുകൾ ചെറുതാണെങ്കിൽ പോലും ഹറാമുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. മൂന്നാമതായി, നമുക്കിടയിൽ ഒരുമയും സ്നേഹവും ഉണ്ടാകണം. അതിന് വിരുദ്ധമായ നിലയിൽ ഒരു വാക്കുകൾ പോലും, ഒരു ചിന്തകൾ പോലും, ഒരു ധാരണകൾ പോലും വെച്ചു പുലർത്താതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭർത്താക്കന്മാരാകുമ്പോൾ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം. വാപ്പമാരാകുമ്പോൾ മക്കളോട് നല്ല നിലയിൽ പെരുമാറണം. മക്കൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. പെരുമാറ്റവും സ്വഭാവവുമാണ് നാളെ പരലോകത്ത് സ്വർഗം നൽകാനായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം. നിങ്ങൾ 23 റക്അത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ, നിങ്ങൾ 30 നോമ്പെടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ എന്നോടൊപ്പം ഇരിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വചനവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ നാളെ പരലോകത്ത് എൻ്റെ അരികിൽ വന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സൽസ്വഭാവത്തിൻ്റെ പേരിലാണ്, നല്ല പെരുമാറ്റത്തിന്റെ പേരിലാണ്. ജനങ്ങളോടുള്ള, കുടുംബത്തോടുള്ള, നാട്ടുകാരോടുള്ള നല്ല പെരുമാറ്റത്തിന്റെ പേരിൽ, സൽസ്വഭാവത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ഇരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം. ഭർത്താവ് ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് അവരുടെ ഉത്തരവാദിത്വത്തെ നിർബന്ധമായും നിർവഹിക്കാൻ ശ്രമിക്കണം. നമസ്കരിക്കണം, നിർബന്ധമായ മറ്റ് കർമ്മങ്ങളും സുന്നത്തുകളും ഒക്കെ നിർവഹിക്കാൻ ശ്രമിക്കണം. ഒപ്പം ഭാര്യമാരെന്ന നിലയിൽ ഏറ്റവും പ്രധാനമായി അവർ ചെയ്യേണ്ട പുണ്യകർമ്മം അവരുടെ ഭർത്താക്കന്മാരോട് നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളതാണ്. ഭർത്താക്കന്മാരെ അനുസരിക്കുക, ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ഭർത്താക്കന്മാരെ സേവിക്കുക, അതാണ് അവർ ചെയ്യേണ്ട പുണ്യകർമ്മം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇദാ സല്ലത്ത് ഖംസഹ വസാമത്ത് ഷഹ്റഹ വഅദ്ദത് സകാത അംവാലിഹ വഅതഅത് ലിസൗജിഹ, എണ്ണി അള്ളാഹുവിന്റെ റസൂൽ അവൾക്ക് ചില മര്യാദകൾ പറഞ്ഞു കൊടുത്തു. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, നിന്റെ പാതിവൃത്യത്തെ നീ കാത്തു സൂക്ഷിക്കണം, വേഷവിധാനങ്ങൾ ശ്രദ്ധിക്കണം. പെണ്ണാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പെണ്ണ് അണിഞ്ഞൊരുങ്ങി അറയിൽ മാത്രമേ, തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ ഫാഷൻ അഭിനയിക്കാവൂ അല്ലെങ്കിൽ ആചരിക്കാവൂ. അണിഞ്ഞൊരുങ്ങി ആളുകളുടെ മുമ്പിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടരുത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ സമൂഹത്തോട് പറഞ്ഞത്, നിന്റെ ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് എടുക്കുക, സേവിക്കുക, സ്നേഹിക്കുക, അനുസരിക്കുക. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാതാക്കളെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മക്കളെ തർബിയത്ത് ചെയ്യുക, മക്കൾക്ക് നന്മ പഠിപ്പിക്കുക, സൽസ്വഭാവം പഠിപ്പിക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്സലാ വആതീന അസ്സകാ വഅതിഅന അല്ലാഹ വറസൂല. ഞാൻ ഈ പറഞ്ഞതൊന്നും എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ സ്ത്രീ സമൂഹത്തിന് നൽകിയ വ്യക്തമായ ഉപദേശമാണ്. ഈ ഉപദേശം പഠിക്കാനാണ് പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധ റമദാനിൽ അള്ളാഹു നമുക്ക് നൽകിയത്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ 1, 2, 3, 4 ഖത്തം തീർത്ത സഹോദരിമാരെ, 1, 2, 3, 4 ഖത്തം തീർക്കാൻ ആഗ്രഹിച്ച സഹോദരന്മാരെ, ഖുർആനിന്റെ ആ സുന്ദരമായ ജീവിത രീതി ഇന്നു മുതൽക്കുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം. നമ്മുടെ വർത്താനം നന്നാകണം, പെരുമാറ്റം നന്നാകണം, സ്വഭാവം നന്നാകണം, വ്യക്തി ജീവിതം നന്നാകണം, കുടുംബ ജീവിതം നന്നാകണം. എല്ലാ ഇടങ്ങളിലും
പടച്ചവൻ നമ്മളെ കുറിച്ചിട്ട് നല്ലത് പറയണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഇന്നു മുതൽക്ക് അങ്ങോട്ട് നമ്മളോടൊപ്പമുള്ള സഹോദരങ്ങളുടെ രോഗങ്ങളിൽ അവരെ സന്ദർശിക്കണം, വിഷമങ്ങളിൽ അവരോടൊപ്പം പങ്കാളികളാകണം, അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സാമൂഹിക ജീവിതത്തിന്റെ മര്യാദകളിൽ അത് പ്രധാനമാണ്. രോഗങ്ങളെ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കണം, ജനാസയെ പിന്തുടരണം എന്നൊക്കെ പറഞ്ഞാൽ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറണം. ഇതൊക്കെ നമ്മുടെ സാമൂഹികമായ ഇസ്ലാമികമായ ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം. ഒപ്പം നമ്മളുടെ വിഷമങ്ങൾ, നമ്മുടെ സഹോദരങ്ങളുടെ വിഷമങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന പതിവ് നിലനിർത്തണം. റമദാനോടുകൂടി ദുആ തീരുന്നില്ല, റമദാനോടുകൂടി ദുആ സദസ്സുകൾ തീരുന്നില്ല, പിരിച്ചുവിടപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ശീലം നിലനിർത്തണം. നമ്മുടെ സഹോദരന്മാരുടെ ആവശ്യങ്ങളിലും വിഷമങ്ങളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ പതിവുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി ഒരു റമദാൻ വിരുന്ന് വരുന്നത് വരെയും നിഷ്ഠയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും കുറവുകളും ഒക്കെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ടുള്ള ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽ, കൂടുതൽ നന്മയിൽ അധിഷ്ഠിതമായ നിലയിൽ കൊണ്ടു നടക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ അള്ളാഹു സംസ്കാര സമ്പന്നമാക്കി തീർക്കുമാറാകട്ടെ. കുടുംബപരമായ നമ്മുടെ ജീവിതത്തിൽ മനസമാധാനവും ഐശ്വര്യവും റാഹത്തും നൽകി അള്ളാഹു ഐശ്വര്യം തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസത്തിൽ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലയിടങ്ങളിലും പെരുന്നാളിന്റെ ദിവസത്തിലും വിറങ്ങലിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. അവരുടെ വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അള്ളാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. എന്നേക്കുമായി നമുക്ക് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് സമാധാനവും ഐശ്വര്യവും അമ്നും അമാനും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം നമ്മളെയൊക്കെ ഇതുപോലെ റമദാനിന്റെ വിശുദ്ധിയോടുകൂടി പെരുന്നാൾ സുദിനത്തിൽ പുതിയ വസ്ത്രമണിഞ്ഞ് മണവസ്തുക്കൾ പൂശിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലും ഒന്നിച്ച് സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അവസാനം നമ്മളൊക്കെ അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.